അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ 1 ആണ്. അതിൻ്റെ അകത്താണ് ഈ വോൾട്ടേജ് ഡിവൈഡർ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡിവൈഡർ വെച്ച്, അല്ലെങ്കിൽ സപ്പോസ് നമുക്ക് എക്സ്റ്റേണൽ ഒരു വോൾട്ടേജ് മീറ്ററിൽ നിന്ന് സപ്ലൈ നമ്മൾ അഡ്രിനോയിലേക്ക് കൊടുക്കുക. അതെന്തിനാണ് മെയിൻലി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അഡ്രിനോയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട്. അതുപോലെ തന്നെ നോഡംസിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് അർഡിനോ. ഇവിടെ നോഡംസ് എന്ന് വിചാരിച്ചോ. നോഡംസിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3.3 വോൾട്ടാണ്. നമ്മളൊരു എക്സ്റ്റേണൽ ഒരു വോൾട്ടേജ് മീറ്ററിൽ നിന്ന് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് അഡ്രിനോ എന്ന് വിചാരിച്ചോ, വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് 5 വോൾട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് 0 to 55 വോൾട്ട് വരെ ആ ഒരു റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ 100 എത്ര വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് 5 വോൾട്ട് ആക്കി മാത്രമേ നമുക്ക് അൾട്രനോയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നോഡംസി ആണെങ്കിൽ 3 വോൾട്ട്, 3.3 വോൾട്ട്, ഈ 2 വോൾട്ടിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്പർ 1ൻ്റെ അകത്ത് വോൾട്ടേജ് ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമുക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ എങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത്. ഇത് നമ്മൾ ആദ്യമേ ഒരു R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു R2 എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്. ഈ വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 റെസിസ്റ്റർ വെച്ചായിരിക്കുമല്ലോ. ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ 2 ടെർമിനൽ വി ഔട്ട്, ഇവിടെയാണ് വി ഇൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. വി ഔട്ട് ഈസിക്കൽ ടു ഈ വോൾട്ടേജ്, ഇതാണ് R2, ഇതാണ് R1. അപ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു വി ഇൻ. ഇതാണ് ഇക്വേഷൻ. നമ്മൾ ഈ വോൾട്ടേജ് ഡിവൈഡറിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഒരു വോൾട്ടേജിന് അക്രോസ് ഉണ്ടാവുന്ന ഒരു റേഞ്ചാണ് ഇതെന്ന് പറയുന്നത്. ഈ വോൾട്ടേജാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഒരു സാധനം മൾട്ടിപ്ലൈഡ് ബൈ വോൾട്ടേജ് ഇന്നാണ് നമ്മുടെ വോൾട്ടേജ് ഔട്ട് വരുന്നത്. ഈ ഒരു സംഭവം നമ്മൾ അഡ്രിനോയായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻലി നമുക്ക് വേണ്ടത് 2 റെസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഇതൊരു അഡ്രിനോ ബോർഡാണെന്ന് വിചാരിച്ചോ. അർഡിനോ ബോർഡ് ആണെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഉണ്ട്. ലെറ്റ് എസ് ബി PS പവർ സപ്ലൈ. നമുക്ക് ആദ്യമേ പവർ സപ്ലൈക്ക് ഒരു പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. മൈനസ് അല്ലേ, കോമൺ ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ അർഡിനോയ്ക്ക് നമ്മൾ 5 വോൾട്ട് ഉണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ COM3 നിന്ന് നമ്മൾ ആദ്യമേ ഒരു ഗ്രൗണ്ട്, ആദ്യം കോമൺ ഗ്രൗണ്ട്, നമ്മൾ ബ്രെഡ് ബോർഡാണ്, ബ്രെഡ് ബോർഡിൽ നിന്ന് ആദ്യം ഗ്രൗണ്ടിലേക്ക് കുത്തുക. അത് കഴിഞ്ഞ് ഈ റെസിസ്റ്ററില്ലേ, ഇവിടെയാണ് നമ്മൾ ഈ സർക്യൂട്ട് കൊടുക്കുന്നത്. നമ്മുടെ പ്ലസ്സിൽ നിന്ന് ആദ്യമേ ഒരു റെസിസ്റ്റർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു റെസിസ്റ്റർ കൂടെ കൊടുക്കുക. ഇതും നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ അർഡിനോയ്ക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ടും ഇതുമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ള സർക്യൂട്ട്. നമ്മൾ പിന്നെ ഇതിൻ്റെ അർഡിനോയിലേക്ക് പിന്ന് കൊടുക്കുക. നമുക്ക് അർഡിനോയിലേക്ക് ഇൻപുട്ട്, നമ്മൾ അനലോഗ് സിഗ്നൽ ഇതിനകത്ത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ A0 അനലോഗ് റീഡിൻ്റെ അവിടെ നമ്മൾ ഒരു പിന്ന് കൊടുത്തിട്ട് ആ പിന്നെ ഈ ഡിവൈഡറിൻ്റെ അവിടെ കണക്ട് ചെയ്യും. എന്ന് വെച്ചാൽ 0 തൊട്ട് 55 വോൾട്ട് വരെ ഉണ്ടെങ്കിൽ ആ 55 വോൾട്ടിന് റെഡ്യൂസ് ചെയ്ത് ഒരു 5 വോൾട്ട്, എന്ന് വെച്ചാൽ 0 to 5 വോൾട്ടാക്കി നമ്മുടെ ഈ A0യുടെ അവിടെ വന്ന് മീറ്റ് ചെയ്യാനാണ് ഈ ഒരു സർക്യൂട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ R1ഉം R2ഉം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ സെയിം സാധനം, വി ഔട്ട് ഈസിക്കൽ ടു R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു വി ഇൻ. ഈ R2 മണ്ടേ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വി ഔട്ട് അക്രോസ് രണ്ടും R1ൻ്റെയും R2ൻ്റെ ഇടയ്ക്കുള്ള 2 ഇടത്തു നിന്നാണ് നമ്മൾ വി ഔട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 2 ഇടത്തു നിന്നാണ്, ഇവിടെ നല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് അത് R2 ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഇൻറ്റു വി ഇൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിപ്പോൾ ബ്രെഡ് ബോർഡ് കുത്താനാന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇതൊരു നമ്മുടെ സപ്പോസ് ബ്രെഡ് ബോർഡാണ്, നമുക്ക് 2 റെസിസ്റ്റർ ഉണ്ടാവും. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ പറയുന്നത്, കാരണം അത് ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് വാല്യൂ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് അത് നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് 1 മെഗാ ഓമും 100 കിലോ ഓമുമാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ആ 11 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയത്. ഈസിക്കൽ ടു 11 എന്ന് പറഞ്ഞിട്ട് കിട്ടിയേക്കുന്നത്. നമ്മുടെ അഡ്രിനോയുടെ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ 5/1023 ചെയ്തൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് നമ്മൾ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിന് പകരം ഈ ഒരു 11 പകരം ഈ 2 റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് ആ 11 മാറും. ഇതിപ്പോൾ ഇങ്ങനെയാണ് 11 കിട്ടിയത് ആ ഇക്വേഷൻ്റെ അകത്ത്. ഇനിയിപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഈ 2 റെസിസ്റ്റർ ഇവിടെ ഒരു 220 ഓമും ഇവിടെ ഒരു 2000 ഓം, അല്ലെങ്കിൽ 2 കിലോ ഓം ആണെന്ന് വിചാരിച്ചോ. അതാണുള്ളെങ്കിൽ അതനുസരിച്ച് ഈ ഇക്വേഷൻ മാറും. നമ്മുടെ വി ഔട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെപ്പോഴും എന്താ, നമ്മുടെ വോൾട്ടേജ് ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ട് എപ്പോഴും 5 വോൾട്ട് അല്ലെങ്കിൽ 0 to 5 വോൾട്ട് ആ റേഞ്ചിൽ ആവാൻ പാടുള്ളല്ലോ.
അർഡിനോയ്ക്ക് വി ഔട്ട് എന്ന് പറഞ്ഞാൽ 0 to 5 വോൾട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കൊടുക്കാൻ പറ്റിയ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇവിടെ സപ്പോസ് 220 ഓമും 2K ഓമും ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഇവിടെ 220 ഓമും 2K ഓമും ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയൊരു വോൾട്ടേജ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഇല്ലേ, സപ്ലൈ വോൾട്ടേജ് എത്രയായിരിക്കണം 0 to 5 വോൾട്ട് വരെ ഔട്ട്പുട്ട് ആവണമെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ വി ഔട്ട് ആദ്യമേ ഒരു സപ്പോസ് ഒരു 1 ആക്കി നമ്മൾ സപ്പോസ് എക്സാമ്പിൾ എടുക്കുകയെന്ന് വിചാരിച്ചോ 1. അപ്പോൾ നമ്മൾ എന്നാ ഇക്വേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഔട്ട് വി ഇൻ ഈസിക്വൽ ടു നേരെ തിരിച്ചിടുക R1 + R2 / R2 ഇൻറ്റു വി ഔട്ട്. അങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇത് 220 അല്ലേ, അപ്പോൾ 220 ഇൻറ്റു 2000, 2K എന്ന് പറഞ്ഞാൽ 2000 ഡിവൈഡഡ് ബൈ 2000 പ്ലസ് ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് ആട്ടോ, സോറി പ്ലസ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് 2220 ഡിവൈഡഡ് ബൈ 2000 ഇങ്ങനെ വരും. ഇത് ക്യാൻസൽ ആവുക, ഇത് 1 ഇവിടെ നമ്മുടെ വോൾട്ടേജ് ഔട്ട് ഇൻറ്റു 1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 8000 കിട്ടുന്നത് 0.11. അപ്പോൾ നമ്മൾ 11 മൾട്ടിപ്ലൈഡ് ബൈ 11 പകരം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വി ഔട്ട് എന്ന് വെച്ചാൽ AC വോൾട്ടേജ് ഇൻറ്റു വി 11 പകരം നമ്മളത് ഇൻറ്റു 0.11. ഇപ്പോൾ അതിനോട് എക്സാമ്പിൾ പറഞ്ഞാൽ കോഡ് കാണിച്ചു തരാം. കോഡിൻ്റെ അകത്ത് ഇപ്പോൾ എന്ത് ഈ ഒരു 11 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു 11, ആ 11 വരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 0.11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം ശ്രദ്ധിക്കണം. വോൾട്ടേജ് ഡിവൈഡറിൻ്റെ റെസിസ്റ്റർ വാല്യൂ മാറുമ്പോൾ അനുസരിച്ച് നമ്മൾ മാറുന്നത്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രെഡ് ബോർഡ് എന്ന് വിചാരിച്ചോ, ബ്രെഡ് ബോർഡ് ഉണ്ട്, നമുക്കൊരു പവർ സപ്ലൈ ഉണ്ട്, നമ്മുടെ അർഡിനോ ഉണ്ട്. നമ്മൾ ബ്രെഡ് ബോർഡിൽ ഇവിടെ ഒരു പ്ലസ്സും ഉണ്ട്, ഇവിടെ ഒരു കോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെ മൈനസ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ബ്രെഡ് ബോർഡിൽ ആദ്യം 2 റെസിസ്റ്റർ പാരലായിട്ട് ഇങ്ങനെ ഒരു റെസിസ്റ്റർ കുത്തുന്നു. അതിന് അവിടെ നിന്ന് തന്നെ അടുത്ത റെസിസ്റ്റർ ഈ ഒരു പിന്നല്ല, നമ്മുടെ റെസിസ്റ്റർ ഇങ്ങനെ പാരലായിരിക്കുമല്ലോ, ഇവിടെ നിന്ന് അടുത്ത റെസിസ്റ്റർ എടുത്ത് നമ്മൾ ഇങ്ങനെ കുത്തി ഗ്രൗണ്ടിലേക്ക് കുത്തുന്നു. ഇതിൻ്റെ പവർ സപ്ലൈ നമ്മൾ ഇങ്ങോട്ടേക്ക് കുത്തുന്നു, ഗ്രൗണ്ട് സപ്ലൈ നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കുത്തുന്നു. അതുപോലെ തന്നെ അർഡിനോയുടെ A0 എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ ഈ മിഡിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് മീൻസ് നമ്മുടെ ബ്രെഡ് ബോർഡ് പാരലാണോ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യത്തെ റെസിസ്റ്റർ കുത്തി അടുത്ത റെസിസ്റ്റർ ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് അത് A0ലേക്ക് കുത്തുന്നു. ഇതിൻ്റെ ഗ്രൗണ്ട് എടുത്ത് അർഡിനോയ്ക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട്, കോമൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഗ്രൗണ്ടിൻ്റെ പിന്നുണ്ട്. എന്ന് വെച്ചാൽ 5 വോൾട്ടും ഗ്രൗണ്ട് പിന്നെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കുന്ന കുറേ പിന്നുകളുണ്ട്. അതിൻ്റെ ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഈ ഒരു പിന്ന് കുത്തുന്നു. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട, നോഡംസി ആണെങ്കിൽ ഈ 5 വോൾട്ടിന് പകരം 3.3 വോൾട്ടേജ് യൂസ് ചെയ്യണം. അത്രയാണ് ഇതിനകത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് അനലോഗ് പിന്നിലേക്ക് കുത്തിയെന്ന് വെച്ചെന്നാൽ നമ്മുടെ വോൾട്ടേജ് ഒരു കണ്ടിന്യൂസ് സിഗ്നലാണ്. എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് അല്ല അതിനുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനൊരു കണ്ടിന്യൂസ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം സപ്പോസ് നമ്മൾ 50 വോൾട്ടാണ് കൊടുത്തെങ്കിൽ അത് 50 വോൾട്ട് തന്നെ ആവണമെന്ന് പറഞ്ഞല്ലോ, 49.1 അങ്ങനെ ഒരു റേഞ്ചിലേക്കായിരിക്കും. അതുകൊണ്ടാണ് അനലോഗ് പിന്നിലൂടെ അനലോഗ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽ റീഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ എപ്പോഴും ഒറ്റ സിഗ്നൽ വാല്യൂ റീഡ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഒരു LED കത്തിക്കാൻ, LEDക്ക് 2 സ്റ്റേറ്റേ ഉള്ളൂ, ഒന്ന് ഓൺ അല്ലെങ്കിൽ ഓഫ്, ഹൈ ലോ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് LEDക്ക് ഉള്ളൂ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈയോ ആവാം, ചിലപ്പോൾ ലോ ആവാം, ചിലപ്പോൾ അതും അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അനലോഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു വോൾട്ടേജ് ഡിവൈഡർ 2 വോൾട്ടേജിൻ്റെ 2 റെസിസ്റ്റർ കുത്തുക, അതിൻ്റെ നടുക്കുന്ന നമ്മൾ അർഡിനോയുടെ A0ലേക്ക് കുത്തുക, ഇവിടെ പവർ സപ്ലൈ VCC കൊടുക്കുക, ഇവിടെ ഗ്രൗണ്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്.